ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് തരം ചേഞ്ചസ് എൻ്റെ യൂട്യൂബിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ വരുത്താൻ പോവുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് മോർണിംഗിൽ പ്രീ മാർക്കറ്റിൻ്റെ വ്യൂ കാണും. ഏകദേശം ഒരു 7 മണിക്ക് പ്രീ മാർക്കറ്റിൻ്റെ വ്യൂ നിങ്ങൾക്ക് കിട്ടും. അന്ന് വൈകിട്ട് ഒരു 4:30-5 മണിയാകുമ്പോൾ അന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് മൂവ്മെൻറ്റ് നടന്നത് അത് വച്ചുള്ളൊരു പോസ്റ്റ് മാർക്കറ്റ് റിവ്യൂവും കാണും. അപ്പോൾ ആ പോസ്റ്റ് മാർക്കറ്റ് റിവ്യൂവിൽ ഞാൻ എടുത്ത ട്രേഡും അതിൻ്റെ ആ ഒരു ട്രേഡ് സെറ്റപ്പിൽ ചെയ്തതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഉൾപ്പെടുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മോർണിംഗിലെ പ്രീ മാർക്കറ്റ് വീഡിയോ ആയിട്ടും വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ആയിരിക്കും. അതായത് പോസ്റ്റ് മാർട്ടവും ചെയ്യും, അതിന് മുമ്പ് പ്രീ മാർട്ടവും, അതായത് നേരത്തെ നമ്മൾ പറയും, അതിനുശേഷം അതിൻ്റെ പോസ്റ്റ് മാർട്ടം ഒന്നും പറയും. ചത്ത കുഞ്ഞിൻ്റെ ജാതകം കൂടെ നമ്മളൊന്ന് നോക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇനി മുതൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത്. രണ്ടാമത്തെ വേറൊരു അനൗൺസ്മെൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ വെച്ചുള്ള ട്രേഡ് സെറ്റപ്പാണ് നമ്മുടെ ലൈവായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലുള്ളത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ട്രേഡ് നിങ്ങൾക്ക് അതിപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അതെങ്ങനെ വേണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ ട്രേഡ് കോപ്പി ചെയ്ത് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ തമ്പനയിൽ പറഞ്ഞതുപോലെ നിഫ്റ്റിക്ക് 25,000-ന് മുകളിൽ ഒരു 25,000 ഒരു മാജിക് നമ്പറിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി എത്തിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച RBI മാർക്കറ്റ് വന്നതിൽ കൂടി നമ്മുടെ മാർക്കറ്റിന് ആ ഒരു എന്താണ് ഒരു ശടപടാ ഒരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം പക്ഷേ അവ എന്ത് ചെയ്തു, അനങ്ങാതെ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളെ ബുള്ളിഷ് റെഫറൻസിനും POCക്കും തലേദിവസത്തെ വ്യാഴാഴ്ചത്തെ POCക്ക് ഇടയ്ക്ക് കൃത്യമായിട്ടൊരു ചാനലിൽ കിടന്ന് ഈ ഒരു ചാനലിനകത്ത് കിടന്നാണ് ബാങ്ക് നിഫ്റ്റി കളിച്ച്. അതേപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് ഒന്ന് കട്ട് ചെയ്തു. എന്നിരുന്നാൽ കൂടി POCക്കും ഈ പറഞ്ഞ ബുള്ളിഷ് റെഫറൻസിനിടയ്ക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫിൻ നിഫ്റ്റിയും കൃത്യമായി പറയുന്നത് ബുള്ളിഷ് റെഫറൻസിനും POCക്കും ഇടയിലാണ് അവസാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മൂന്ന് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റി ആയാലും ബുള്ളിഷ് ആൻഡ് POCയുടെ വ്യാഴാഴ്ചത്തെ POCയുടെ ആ ഭാഗത്ത് കിടന്ന് കളിച്ചു. വലിയ ചുരുക്കത്തിൽ ഒരു ട്രേഡൊന്നും കിട്ടിയില്ല. ഞാൻ എൻ്റെ റൂമിൽ ട്രേഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, കാരണം RBIക്ക് ശേഷം ട്രേഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. ട്രേഡ് കിട്ടിയില്ല. ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഓപ്ഷൻ റൈറ്റ് ചെയ്ത് രണ്ട് കോളും പുട്ടും പറഞ്ഞു കൊടുത്തു. ആ റൈറ്റ് ചെയ്ത് 10, 40, 50 പോയിൻ്റൊക്കെ അവർ കിട്ടിയത്. ഞാൻ എൻ്റെ ട്രേഡൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു. കാരണം വ്യാഴാഴ്ച നല്ല ട്രേഡ് കിട്ടിയ ദിവസമുണ്ട്. എൻ്റെ 10 lakhs-ൻ്റെ അക്കൗണ്ടിൽ 2.4 lakhs കിട്ടിയ ദിവസമായിരുന്നു. സോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ആ ദിവസം നാളെ വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ റിവ്യൂവിലേക്ക് പോവാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഡേ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത്. പെർഫെക്റ്റ് ബാലൻസ് ഡേ ആയിരുന്നു, ഒരു മാറ്റവും ഇല്ല. POC നിൽക്കുന്നത് 24,795-ൻ്റെ ഭാഗത്താണ് POC നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,283-ൻ്റെ ഭാഗത്തേക്കാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വ്യക്തമായി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ റിവ്യൂ വെച്ചുള്ള ആ ലെവൽ അങ്ങ് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ 24,795 ആണ് എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ POC. 24 POC എന്ന് പറയുമ്പോൾ 24,795 POC വരുന്നത്. സോ ഈ POCക്ക് മുകളിൽ നമുക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻറ്റ് വരെ പ്രതീക്ഷിക്കാം. സോ എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയിലെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 24,860 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ബുള്ളിഷ് റെഫറൻസ് ആണ്. 24,860 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 24,860 ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അപ്പോൾ ആ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,860. സോ ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് ആ രീതിക്ക് മാർക്കറ്റ് ഇപ്പോൾ 24,860-ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 24,925, 24,920, 24 R1 എന്ന് പറയുമ്പം 24,925-ഉം R2 എന്ന് പറയുമ്പോൾ 24,963-യും
965 24965 ആണ് R2 ക്ലിയർ ആവുന്നുണ്ടല്ലോ. R2 24965. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ 25,094 R3. 25,094. R3 എന്ന് പറയുമ്പം 25,094 ആണ്. ഞാൻ ഈ R2വിന് ഒന്ന് ഞാൻ മാറ്റി 20,000 ഭാഗത്തേക്ക് മാറ്റുന്നു. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു റൗണ്ട് മാജിക് നമ്പർ ആയതുകൊണ്ട് 20,000 ഭാഗത്ത് മാറ്റുന്നത്. സോ 24,860 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,985, 25,000, 24,094 എന്നതിലേക്ക് പോകാം. ഇനി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 24,675 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 24,675 ആണ് നമ്മുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, മാർക്കറ്റിൽ സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ ബെയറിഷ് റെഫറൻസ് 24,765 ആണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് പറയുമ്പോൾ 24,618. ഫസ്റ്റ് 24,618 24,000. S1 എന്ന് പറയുമ്പോൾ 24,618. 24,618. അതിന് താഴെ അടുത്തത് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,561. സെക്കൻഡ് 24,500. 24,561 എന്ന് പറഞ്ഞ S2വും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ S3 എന്ന് പറഞ്ഞ രീതിയിലേക്ക് 24,500. 24,500. ഈ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ലെവൽസ്. കാരണം മാർക്കറ്റ് ഈ 675നും 865 ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ബാലൻസ് തരാനുള്ള ചാൻസ് ആയിരിക്കും നാളെ ഞാൻ മാർക്കറ്റിൽ കാണുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. RBIയുടെ ഒരു അടിപൊളി മാസ്റ്റർ സ്റ്റോക്ക് ആയിരുന്നു മെനിങ്ങാന്ന് സംഭവിച്ച CRRന്റെ കട്ട്. അതായത് 0.5% മാർക്കറ്റിലെ കട്ട് വരുമ്പോൾ ഏകദേശം 1,61,000 കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന പുതിയൊരു ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം പോസിറ്റീവായി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മാർക്കറ്റ് വ്യക്തമായ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ നല്ല കിഡിലൊരു മൂവ്മെൻ്റ് തന്നു. നോർമൽ വേരിയേഷൻ ഡേ ഒക്കെ വന്നെങ്കിൽ കൂടി നോർമൽ ഡേ ആയിരുന്നു സംഭവിച്ചത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 53,974 മുകളിൽ മാത്രമേ വരുന്നുള്ളൂ. നമുക്കൊരു ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ ബാങ്ക് നിഫ്റ്റി എന്നെ സംബന്ധിച്ച് 53,760 POC. 53,760 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. 53,760 POC ആയിട്ട് വരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ. സോ POC 53,760 സോ ഈ 974 മുകളിൽ മാത്രമേ നിങ്ങളിനി ബൈയെക്കുറിച്ച് ചിന്തിച്ചു. ഇപ്പോൾ 54,000. സോ 52,974 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ മാത്രമേ നിങ്ങളിനി ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ബാങ്ക് 53,974 മുകളിൽ മാത്രമേ ഇനി ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ ഈ ഒരു POC 54,060 എന്ന് പറഞ്ഞ ഈ POC 54,060 ആണ് R1. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 54,255. 54 R2 എന്ന് പറയുമ്പം 54,255. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R3 എന്ന് പറയുമ്പോൾ 54,383. 54,383 ആണ് R3. ഇതായിരിക്കും മാർക്കറ്റിലേക്കുള്ള മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ്. 54,000 മുകളിൽ മാത്രമേ ഇനി ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനി താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഓർത്തോളുക 53,416 താഴെ മാത്രമേ സെല്ലുള്ളൂ. 53,000 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ഓർത്തോളുക 53,416 താഴെ മാത്രമേ ഇനി ഒരു സെല്ലുള്ളൂ. 53,416 താഴെ മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 53,289. 53,289 ആണ് S1. ഈ S2 നിലയിൽ അടുത്ത വരാൻ പോകുന്നത് 53,187. 53,187
S2 എന്ന് പറയുമ്പോൾ 53 187. അത് താഴെ S3 എന്ന് പറയുമ്പോൾ 53,000 S3. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട്. ഇതായിരിക്കും മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുകളിൽ ഒരു പ്രതീക്ഷയൊന്നും ഞാൻ മാർക്കറ്റിൽ കാണുന്നില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ലെവൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. സോ എൻ്റെ കളേഴ്സ് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബേരിഷിൻ്റെ സപ്പോർട്ട് താഴേക്കെല്ലാം റെഡിലേക്ക് മാറ്റി, മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ബുള്ളിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഒരു ബൈയെ കുറിച്ച്, ബുള്ളിഷ് റെഫറൻസ് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈയെ കുറിച്ചും, വേറെ താഴെ നിൽക്കുകയാണെങ്കിൽ സെല്ലിനെ കുറിച്ച് ചിന്തിച്ച് ആ രീതിയിലുള്ള പൊസിഷൻ എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭ ദിനം നേർന്നുകൊണ്ട് ടേക്ക് കെയർ. ബൈ ബൈ.